ഹൈ ഗൈസ്, നിങ്ങളെല്ലാവരും വളരെ അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാം മാത്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളെല്ലാവരും റിവൈസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു PDF, അതായത് നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിലെയും പ്രധാനപ്പെട്ട ഇക്വേഷൻസ് അടങ്ങിയ ഒരു PDF ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം നിങ്ങൾക്ക്. ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻസ് എങ്ങനെയാണെന്നുള്ളത് ആൻഡ് ഈ PDF എങ്ങനെ കിട്ടുക എന്നുള്ളതും പറഞ്ഞുതരാം കേട്ടോ. സോ ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ നിങ്ങൾ പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ടത് മൂന്ന് ടൈപ്പ് റിലേഷനാണ്: റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഈ മൂന്ന് ടൈപ്പ് റിലേഷനും ആൻഡ് മൂന്ന് ടൈപ്പ് റിലേഷൻ വരുന്നത് എപ്പോഴാണെന്നുള്ളത് ഇതിന്റെ കണ്ടീഷൻസ് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കണ്ടീഷൻസ് പഠിച്ചു വെക്കണം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ഇക്വേഷൻസ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. രണ്ടാമത്തത് ഫംഗ്ഷന്റെ രണ്ട് ടൈപ്പ് ഫംഗ്ഷൻസ് ഉണ്ട്, 1 1 1 1 ആണെങ്കിൽ f(x1) = f(x2) ആണെങ്കിൽ x1 = x2 ആയിരിക്കും. അതാണ് 1 1 ഫംഗ്ഷന്റെ കണ്ടീഷൻ. അതേപോലെ ഓൺ ടുവിന്റെ കണ്ടീഷൻ റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ എന്നുള്ളതാ. അപ്പൊ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ട, നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് സെറ്റ് ഇക്വേഷൻസ് എന്ന് പറയാൻ അത് മാത്രമേ ഉള്ളൂ. ഇൻവേഴ്സ് ട്രിഗണോമെട്രി എത്തുന്ന സമയത്ത് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. നിങ്ങൾ ആദ്യം ഓരോ ഫംഗ്ഷന്റെയും ഡൊമൈനും റേഞ്ചും കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഇത് നല്ലൊരു ടേബിൾ ആയിട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ചും ഇത് വളരെ ഇമ്പോർട്ടന്റ്. പിന്നെ നിങ്ങൾക്ക് പ്രിൻസിപ്പൽ വാല്യൂ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതാ ഓരോ ആംഗിൾസിന്റെയും സൈൻ, കോസ്, ടാൻ, ആ വാല്യൂ, സൈൻ വാല്യൂ, കോസ് വാല്യൂ, ടാൻ വാല്യൂ ഒക്കെ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതും കൃത്യമായിട്ടുള്ള ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോപ്പർട്ടീസിൽ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ്, കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈക്വൽ ടു എക്സ്, അത് വരുന്ന കണ്ടീഷൻസും ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്, കൊസീക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കൊസീക് ഇൻവേഴ്സ് എക്സ്. പിന്നെ അതേപോലെ കോസ്, സീക്ക്, കോട്ട് ഇതിന്റെ മൂന്നിന്റെ ഉള്ളിൽ മൈനസ് വന്ന് പൈ മൈനസ് എന്ന് പറഞ്ഞിരുന്ന ഈ ഫോർമുലാസും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. പിന്നെ നിങ്ങൾക്ക് സിംപ്ലിഫൈഡ് ഫോമിലേക്ക് എഴുതും അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എഴുതാനൊക്കെ പറയുന്ന സമയത്തുള്ള മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈൻ 2x, കോസ് 2x, ടാൻ 2x, ടാൻ 3x, കോസ് 3x, സൈൻ 3x നോട്ട് ചെയ്യുക, പഠിക്കുക. കാരണം നിങ്ങൾക്ക് അറിയാം ഇത് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എഴുതാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഷോ ദാറ്റ് ഒക്കെ പറയുന്ന സമയത്ത് ഏറ്റവും ആവശ്യമുള്ളതാണ്. പിന്നെ മെട്രിക്സിൽ നിങ്ങൾ ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടീസ് ആണ് അതിൽ കാര്യമായിട്ട് ഇക്വേഷൻസ് ആയിട്ട് വരുന്നുള്ളത്. ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടീസ് 4 ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിലുള്ളതാണ്. ഈ 4 പഠിച്ചിരിക്കാം. പിന്നെ ഒരു മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെന്നും സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ളതാണ് ഒരു സ്ക്വയർ മെട്രിക്സിനെ നിങ്ങൾക്ക് സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആക്കി എഴുതുക എന്നുള്ളത്. അതും ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്, മസ്റ്റ് സ്റ്റഡി, എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ ഡിറ്റർമിനൻസിൽ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണുന്ന ഇക്വേഷൻ, ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സുകൾ x1 y1 x2 y2 x3 y3 തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏരിയ കാണാൻ ഡിറ്റർമിനന്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത്. പിന്നെ കൊലീനിയാരിറ്റി, അതായത് 3 പോയിന്റ്സ് ഒരേ ലൈനിലാണെങ്കിൽ കണ്ടീഷൻ ഓഫ് കൊലീനിയാരിറ്റി അത് പഠിച്ചിരിക്കണം. പിന്നെ ഒരു ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും 2 പോയിന്റ് കേട്ടോ, ഇക്വേഷൻ ഓഫ് ലൈൻ ത്രൂ x1 y1 ആൻഡ് x2 y2, x1 y1 x2 y2 പാസ് ചെയ്യുന്ന ഒരു ലൈൻ, ആ ലൈനിന്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഡിറ്റർമിനൻസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതും ഈസി കാര്യമാണ്. പിന്നെ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാനുള്ള, സ്ക്വയർ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ ഇത് ഇമ്പോർട്ടന്റ്. ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ്. പിന്നെ അതേപോലെ ഇൻവേഴ്സിന്റെ ഈ 3 ഇക്വേഷൻസ് ഇതൊക്കെ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ് ഇൻവേഴ്സിന്റെ, അത് പഠിച്ചിരിക്കണം. പിന്നെ അതാ നോക്ക്, കോഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ, അതേപോലെ തന്നെ അഡ്ജോയിന്റ് കാണാനുള്ള ഇക്വേഷൻ, അഡ്ജോയിന്റിന്റെ പ്രോപ്പർട്ടി ട്ടോ ഒക്കെ ആലോചിച്ച് വെക്കണം, ഇമ്പോർട്ടന്റ്. പിന്നെ ലാസ്റ്റ് ഉള്ളതാണ് മെട്രിക്സ് മെത്തേഡ്. ഇത് 6 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നാൽ ഇവിടുന്ന് എ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും, എക്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും, ബി എങ്ങനെ ഉണ്ടാക്കിയെടുക്കും, സോൾവ് ചെയ്യണമെങ്കിൽ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. ഈസി, പഠിക്കണം. പിന്നെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി നിങ്ങൾക്ക് അറിയാം, ഒരുപാട് സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ് പഠിക്കാനുണ്ട്. എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രിഗണോമെട്രിക്കിന്റെ ഇതാ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കിന്റെ ഇതാ, വളരെ നോർമൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കെ എക്സ്, എക്സ് റൈസ് ടു എൻ, ഇ റൈസ് ടു എക്സ്, ലോഗ് എക്സ് ഉണ്ട്, എല്ലാം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളൊക്കെ മറക്കാതെ പഠിക്കുക, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അടുത്തത് പിന്നെ ഇത് നമ്മുടെ പ്രൊഡക്റ്റ് റൂള്, അതേപോലെ കോഷ്യൻ റൂള്, പിന്നെ ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ് ഒക്കെ ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. യു പ്ലസ് വി ഓൾ ഡാഷ് അല്ലെങ്കിൽ യു മൈനസ് വി ഓൾ റൈസ് ടു അല്ല ഡാഷ് ആണ് കേട്ടോ, അതായത് ഡെറിവേറ്റീവ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ. പാരാമെട്രിക് ഫോമിന്റെതും അതേപോലെ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെതും ഇതൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കി വെക്കുക. ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഒരുപാട് ഇക്വേഷൻസ് ഒന്നും പഠിക്കാനില്ല. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗും ഡിക്രീസിംഗും ആകുന്ന കണ്ടീഷൻ, ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ആ ഇന്റർവെല്ലിൽ, ഡിക്രീസിംഗ് ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആയിരിക്കും. അത് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എഫ് ഡാഷ് എക്സ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ആണ് പോകുന്നതെങ്കിൽ
ത്രൂ എ പോയിന്റ് സി. ആ സി എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമ പോയിന്റ് ആയിരിക്കും. തിരിച്ച് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണെങ്കിൽ സി ലോക്കൽ മിനിമ പോയിന്റ് ആയിരിക്കും. എഫ് ഡാഷ് എക്സിന്റെ സൈന് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയാറുള്ളതാണ്, നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ്. പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും പഠിച്ചിരിക്കണം, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഏറ്റവും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നത് ഇന്റഗ്രൽസ് ആണ്. ഇന്റഗ്രൽസ് ഒരുപാട് ഇക്വേഷൻസ് പഠിക്കാണ്ട് നമുക്ക് തന്നെ അറിയാം. അപ്പൊ ഇക്വേഷൻസ് എല്ലാം കൂടി കണ്ട് കൺഫ്യൂഷൻ ആകുന്ന ഒരു പ്രശ്നം എല്ലാവർക്കും വരാറുണ്ട്. അപ്പൊ ഇന്റഗ്രൽസിന്റെ കേസിൽ നമുക്ക് വളരെ ബേസിക് ആയിട്ട് പഠിക്കേണ്ട സ്റ്റാൻഡേർഡ് റിസൾട്ട്. പിന്നെ സൈൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ് റിസൾട്ട് വരുന്ന കുറച്ചെണ്ണം. പിന്നെ നമുക്ക് സൈന് കോസ് ടാന്, സൈന് കോസ് സീക്ക് സ്ക്വയർ, കൊസീക്ക് സ്ക്വയർ, സീക്ക് എക്സ്, കൊസീക്ക് എക്സ്, കോട്ടെക്സ്, സീക്ക് എക്സ്, ടാൻ എക്സ്, ഇതിന്റെ എല്ലാത്തിന്റെ റിസൾട്ട്. അതേപോലെ ടാൻ എക്സ്, കോട്ടെക്സ്, സീക്ക് എക്സ്, കൊസീക്ക് എക്സ്, അതിൻ്റെത് വേറെ. അപ്പൊ എല്ലാം ഇങ്ങനെ കറക്റ്റ് ബോക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. പല പ്രോബ്ലത്തിലും അപ്ലൈ ചെയ്യാനുണ്ടാവും. എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സും എഫ് ഡാഷ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സും ആണെങ്കിലുള്ളത്. പിന്നെ ഇന്റഗ്രൽസ് ഓഫ് പെർട്ടിക്കുലർ ഫംഗ്ഷൻസിന്റെ 9 എണ്ണം ഉണ്ട്. ഒരു 3 എണ്ണം ഇത്, ഒരു 3 എണ്ണം ഇത്. പിന്നെ ഇതൊരു പാർട്സിന്റെ അണ്ടറിൽ വരുന്നതാണെങ്കിലും ഇതും പെർട്ടിക്കുലർ ഫംഗ്ഷന്റെ അണ്ടറിൽ നിങ്ങൾ പഠിച്ചോ, കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി ഇക്വേഷൻസ്. ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ റിസൾട്ട് അത് പഠിക്കണം. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഈ ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ചോദ്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പൊ ഇത് മസ്റ്റ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്, മറക്കരുത് കേട്ടോ. പിന്നെ അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിൽ ഏരിയ അണ്ടർ ദി കർവ്, അത് വളരെ സിമ്പിളാണ്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇതാണെങ്കിൽ ഇതിന്റെ അണ്ടറിൽ, അതായത് ഈ ഫംഗ്ഷന്റെ അണ്ടറിൽ, ആ കേവിന്റെ അണ്ടറിലുള്ള ഷെയ്ഡ് ചെയ്ത പോർഷന്റെ ഏരിയ എ മുതൽ ബി വരെ എക്സ് ആക്സിൽ. അപ്പൊ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്, അത് മറക്കരുത്. അതേപോലെ ഇത് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്നായിരിക്കും ഫംഗ്ഷൻ ഉണ്ടാവുക. വൈ ആക്സിലാണ് പോയിന്റ് കൊടുത്തെങ്കിൽ ഫംഗ്ഷൻ വൈയുടെ ടേമിലാണ് ഉണ്ടാവുക. അതായത് എക്സ് ഈക്വൽ ടു വൈയുടെ ടേമിലുള്ള ഒരു ഫംഗ്ഷൻ. അപ്പൊ ഏരിയ കാണുന്ന സമയത്ത് സി ടു ഡി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ആര്? വൈയുടെ ടേമിലുള്ള എഫ് ഓഫ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ ഡി വൈ ആണ്, അത് ശ്രദ്ധിക്കട്ടോ. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരുപാട് ഇക്വേഷൻ ഒന്നുമില്ല, ഇത് പഠിച്ചു നോക്കണേ. നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് ഇൻ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ദാറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അത് വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അന്ന് പ്രൂവ് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻസ് ഇത് പഠിച്ചിരിക്കണം. ആൻഡ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം ഒന്ന് ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഇങ്ങനെ വരും. എങ്ങനെ വന്നാലും ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് പഠിച്ചിരിക്കുക. രണ്ടിലും രണ്ട് രീതിയിലാണ്. പിന്നെ സൊല്യൂഷനും രണ്ടിലും രണ്ട് രീതിയിലാണ് സൊല്യൂഷൻ വരിക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ചോദ്യങ്ങൾ ഇത് വെച്ചാണ് ഉണ്ടാകാറുള്ളത്, പഠിച്ചിരിക്കാം. ഓക്കെ. ആൻഡ് വെക്ടറിന് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു വെക്ടറിന്റെ കമ്പോണന്റ് ഫോം തന്നാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ റേഷ്യോ, ഡയറക്ഷൻ കൊസൈൻസ്, ആ വെക്ടറിന്റെ അതേ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം. പിന്നെ രണ്ട് എയും ബിയും വെക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ എ പ്ലസ് ബി എങ്ങനെ, എ മൈനസ് ബി എങ്ങനെ, എ ഡോട്ട് ബി എങ്ങനെ, എ ക്രോസ് ബി എങ്ങനെ പഠിച്ചിരിക്കണം. പിന്നെ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡുകൾ തന്നാൽ ഏരിയ എങ്ങനെ കണ്ടെത്താം, അതേപോലെ തന്നെ ഒരു പാരലോഗ്രാമിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡുകളെ റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടേഴ്സ് തന്നാൽ അതിന്റെ പാരലോഗ്രാമിന്റെ ഏരിയ എങ്ങനെ കണ്ടെത്താം, ഇമ്പോർട്ടന്റ്. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് ചെറിയ ചെറിയ സംഭവങ്ങളാട്ടോ. എയും ബിയും പാരലൽ ആണെങ്കിലുള്ള പ്രത്യേകത ഇവിടെ ഉള്ള അതേ സംഭവം വെച്ചിട്ട് എ വൺ ബൈ ബി വൺ ഈക്വൾ ടു എ ടു ബൈ ബി ടു ഈക്വൾ ടു എ ത്രീ ബൈ ബി ത്രീ. അതായത് ഇത് രണ്ടും ഡിവൈഡ് ചെയ്താലും ഇത് രണ്ടും ഡിവൈഡ് ചെയ്താലും ഇത് രണ്ടും ഡിവൈഡ് ചെയ്താലും കിട്ടുന്നത് സെയിം ആൻസർ ആയിരിക്കും. അതൊക്കെ അറിഞ്ഞിരിക്കണേ. ആൻഡ് എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി 0 ആയിരിക്കും. പിന്നെ അതൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല. നിങ്ങൾ ഫിസിക്സിലും പഠിച്ചിട്ടുണ്ടാവും. ഐ ഡോട്ട് ഐ, ഐ ഡോട്ട് ജെ, അതേപോലെ ഐ ക്രോസ് ജെ, ജെ ക്രോസ് ഐ എന്തെന്നുള്ളതൊക്കെ അതൊന്നും അറിഞ്ഞിരിക്കുക. വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സെക്ഷൻ ഫോർമുല നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്, പക്ഷെ അത് വെച്ച് ഒരുപാട് ചോദ്യങ്ങളൊന്നും ഉണ്ടാവാറില്ല, പഠിച്ചിരിക്കുക. ഇന്റേണൽ ഡിവിഷനും എക്സ്റ്റേണൽ ഡിവിഷനും. രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന x1ഉം അല്ലെങ്കിൽ പിയും ക്യൂവും ജോയിൻ ചെയ്യുന്ന ആ ഒരു ലൈനിന്റെ കമ്പോണന്റ് ഫോം എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഒന്നുമില്ല, പിയിൽ നിന്ന് ക്യൂയിലേക്കാണെങ്കിൽ ക്യൂയിലുള്ള പോയിന്റ്സിൽ നിന്ന് പിയിലുള്ള പോയിന്റ്സ് മൈനസ് ചെയ്താൽ മതി. എന്നിട്ട് ഐ ക്യാപ്പും ജെ ക്യാപ്പും കെ ക്യാപ്പും ഇട്ട് കൊടുക്കാം. ഈസിയാണ്. പിന്നെ എ ഡോട്ട് ബിയുടെ ഡെഫിനിഷൻ നമ്മൾ എഴുതുന്നത് അത് പഠിച്ചിരിക്കുക. അത് യൂസ് ചെയ്തുകൊണ്ട് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി കാണുന്നത് പഠിക്കുക. പിന്നെ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് എ സ്ക്വയറും എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി ഡോട്ട് എയും ആണ്. അതും അറിഞ്ഞിരിക്കുക. പിന്നെ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി, ഇതും 2 മാർക്കിന് ചോദിക്കാറുണ്ട്. എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ബി. പിന്നെ എ ക്രോസ് ബിയുടെ ഡെഫിനിഷനും മാഗ്നിറ്റ്യൂഡ് ബി സൈൻ തീറ്റ എൻ ക്യാപ്പ് എന്നുള്ളത് പഠിക്കുക. ആൻഡ് എ ക്രോസ് ബിയുടെ ടേമിൽ ആംഗിൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൈൻ തീറ്റയുടെ ടേമിൽ ആംഗിൾ കണ്ടെത്താൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. നോർമൽ ആയിട്ട് നിങ്ങൾക്ക് 2 വെക്ടർ തന്നിട്ടാണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇക്വേഷൻസ് മാത്രം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു PDF. നിങ്ങളത് പ്രത്യേകം മനസ്സിലാക്കണേ. പിന്നെ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. അത് മനസ്സിലാക്കി വെക്കുക. 3 ഡയമെൻഷണൽ ജോമെട്രി. 3D ജോമെട്രിയിൽ ഒന്നാമത്തത് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഒരു ലൈനിന്റെ ഇക്വേഷൻ കാണാനുള്ള 2 രീതി. ഒന്ന് വെക്ടർ ഇക്വേഷനും രണ്ടാമത്തത് കാർട്ടീഷ്യൻ ഇക്വേഷനും, അല്ലെങ്കിൽ വെക്ടർ ഫോമും കാർട്ടീഷ്യൻ ഫോമും. അത് അറിഞ്ഞിരിക്കണം. 2 ലൈൻസിന്റെ ഇടയിലുള്ള ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ, അതും ഇമ്പോർട്ടന്റ് ആണ്.
അതേപോലെ 2 ലൈൻസിന്റെ ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ വെച്ച് എന്തായാലും എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ 2 ലൈൻ പാരലൽ ആണെങ്കിൽ അതിനിടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു PDF കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ എജ്യൂപോർട്ടിന്റെ ആപ്പിൽ ഈ PDF റിസോഴ്സിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ എജ്യൂപോർട്ടിൽ ആപ്പ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ നിങ്ങൾ ആപ്പ് ഒന്ന് ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ റിസോഴ്സിൽ മൈക്രോബിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് മാത്സിലെ ഈ ഒരു PDF ഫ്രീ ആയിട്ട് കിട്ടും. ആൻഡ് നിങ്ങൾക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാം. കാണാം. ബൈ.